നമസ്കാരം. അധികാരമോഹിയായ ഐഷ പോറ്റിയെ UDF ക്യാമ്പിലേക്ക് എത്തിച്ചിട്ട് സതീശൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ഒരു വലിയ വിസ്മയം സംഭവിച്ചിരിക്കുന്നു എന്ന്. പക്ഷേ എന്താണ് വിസ്മയം എന്നുകൂടി സതീശൻ ചൂണ്ടിക്കാണിക്കണം. അധികാരക്കൊതിയുമായി പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരെല്ലാം അത് പ്രസ്ഥാനത്തിനെ നശിപ്പിക്കുവാൻ മാത്രമേ ഉതകുകയുള്ളൂ എന്ന് കൃത്യമായി ഇടതുപക്ഷത്തിനറിയാം. അതുകൊണ്ട് അധികാരമോഹികളെല്ലാം കടക്ക് പുറത്ത് എന്ന് തന്നെയാണ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. അതുമാത്രമല്ല, ഇതുപോലെ കുടുംബ രാഷ്ട്രീയമൊന്നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്തില്ല. കോൺഗ്രസിലേതുപോലുള്ള കുടുംബ രാഷ്ട്രീയ ഒന്നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്തില്ല. കൃത്യമായി അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ഭരണവും അതുപോലെ തന്നെ അർഹതപ്പെട്ടവരെ ജനപ്രതിനിധികളുമാക്കുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷത്തിൻ്റെത്. അപ്പോ ഐഷ പോറ്റിയെ UDF ക്യാമ്പിലേക്ക് എത്തിച്ചിട്ട് വിസ്മയം സംഭവിച്ചു, ഇടതുപക്ഷത്തെ അങ്ങ് മറിക്കാം, മലമറിച്ച് കളയാം എന്നൊരു തോന്നൽ സതീശനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാലഗോപാലിനെ തോപ്പിച്ചു കളയാം എന്നൊരു വിചാരം സതീശനുണ്ടെങ്കിൽ, അതിനുള്ള മറുപടി അവിടുത്തെ ജനങ്ങൾ തന്നെ കോൺഗ്രസിന് മുന്നിലേക്ക് പറയുകയാണ്, സതീശനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്. ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ആരായാലും മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിന്റെ മൗലിക അവരവർക്കുള്ളതാണ്. അത് വേറെ നാട്ടുകാർക്കും വേറെ ആർക്കും ഉള്ളതല്ല എന്ന് വിചാരിച്ച് അവര് ബാലഗോപാലിനെ എതിരിന്ന് ജയിക്കാവുന്നുള്ള മോഹം വേണ്ട. എന്ത് കൃത്യമായൊരു പ്രതികരണമാണ്. ഏത് പ്രസ്ഥാനത്തിലേക്ക് പോകണം എന്നുള്ളത് വ്യക്തിപരമായ താല്പര്യമാണ്. അതിൽ ആ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ആ ഒരു പൗരൻ ഐഷ പോറ്റിയെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഐഷ പോറ്റിയുടെ രാഷ്ട്രീയ നിലപാടിനെ അദ്ദേഹം കൃത്യമായി വിമർശിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ഏത് പ്രസ്ഥാനത്തിൽ വേണോ പോകാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇടതുപക്ഷത്തിനെതിരെ മത്സരിച്ച് ബാലഗോപാലനെ തോൽപ്പിക്കാം എന്നൊരു തോന്നൽ ഐഷ പോറ്റിക്കുണ്ടെങ്കിൽ, കോൺഗ്രസ് ക്യാമ്പിനുണ്ടെങ്കിൽ, അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള കൃത്യമായ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മറുപടി അതാണ് ആ ഒരു വ്യക്തി. വയോധികനാണ്, പ്രായമുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ ബോധം എത്രത്തോളം, കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം എത്രത്തോളം വലുതായിരിക്കുന്നു, അല്ലെങ്കിൽ അത് എത്രത്തോളം കൃത്യമായിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ ഒരു പ്രതികരണം. എന്തായാലും ശരി, ഐഷ പോറ്റിയെ UDF ക്യാമ്പിലേക്ക് എത്തിച്ച് വലിയ വിസ്മയം സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കൊണ്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന പ്രതിപക്ഷത്തിനോടാണ്, പ്രത്യേകിച്ച് VD സതീശനോടാണ്, ഐഷ പോറ്റി എന്ന് പറയുന്ന ഒരു അധികാരമോഹിയെ ഇടതുപക്ഷത്തിൽ നിന്നും പോയിട്ട്, അല്ലെങ്കിൽ ഇത് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടത് കൊണ്ട് ഇടതുപക്ഷത്തിന് യാതൊന്നും സംഭവിക്കാനില്ല. കാര്യം അധികാരമോഹത്തോടു കൂടി പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ചാൽ കൃത്യമായും നടപടി ഈ പ്രസ്ഥാനം തന്നെ സ്വീകരിക്കുമായിരുന്നു. പക്ഷേ അതിനു മുമ്പ് അധികാരമോഹികൾക്കിടയിലേക്ക് വീണ്ടും ഒരു അധികാരമോഹിയെ നിങ്ങൾ തന്നെ വലിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഐഷ പോറ്റി പോയതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും ശരി, ഐഷ പോറ്റിക്ക് ഇനി ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മൾ ഇപ്പോൾ കേട്ട പ്രതികരണം ഈ രീതിയിൽ നമ്മൾ ഏതൊരു സൈഡിൽ നിന്നും കേൾക്കേണ്ട സാഹചര്യവും ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും ശരി, ഐഷ പോറ്റി ഇടതുപക്ഷത്തിൽ നിന്നും ഇത്തരത്തിൽ UDF ക്യാമ്പിലേക്ക് കോൺഗ്രസിനൊപ്പം ചേർന്നത് അത് ഒരു വെല്ലുവിളിയായിട്ട് പോലും ഇടതുപക്ഷം കണക്കാക്കുന്നില്ല. ഇടതുപക്ഷത്തിനൊരു വെല്ലുവിളിയാണ് എന്ന് പോലും ജനങ്ങൾക്ക് തോന്നുന്നില്ല. അവിടെയാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അടിത്തറ എത്രത്തോളം വലുതാണെന്ന് ഈ സമൂഹത്തിന് മനസ്സിലാകുന്നത്.